മൈ നെയിം ഈസ് ഷൺമുഖ് ജശ്വന്ത്. ഇതാ എൻ്റെ വീട്. എനിക്ക് ഹൈറ്റ് നിൽക്കാൻ ഇഷ്ടമാണ്. എന്നാലും നമുക്കെല്ലാം ചെറുതായിട്ട് തോന്നും. ഐ ലവ് പാർട്ടീസ്, കാരണം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഐ ലവ് ട്രിപ്സ് ആൻഡ് ക്യാമ്പിംഗ്. അവിടെ പീസ് ഉണ്ടാവുമല്ലോ. ഐ ലവ് ഏണിംഗ് മണി, ലക്ഷറി ലൈഫ് കിട്ടാൻ വേണ്ടി. ആൻഡ് ഐ വോണ്ട് ടു സെറ്റിൽ മൈ ലൈഫ് ഇൻ USA ഓർ UK. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ജോലിയെ പെർഫെക്റ്റ് എന്ന് ഞാൻ തീരുമാനിച്ചു. യെസ്, ഐ ക്യാൻ പ്രൗഡ്ലി സേ ഐ എം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇതാ എൻ്റെ ഓഫീസ്. നമ്മുടെ ഓഫീസ്. ഞാൻ ഈ ഓഫീസിൽ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാം. ടീം ലീഡർ ആവാൻ ട്രൈ ചെയ്തോണ്ടിരിക്കാം. ഇതാ എൻ്റെ ടീം. ഇവന്റെ പേര് മാർവൽ മനോഹർ. ഷാജഹാന് താജ്മഹൽ എത്ര ഇഷ്ടമാണോ അത്രയും ഇഷ്ടമാണ് ഇവന് മാർവലിനോട്. ഹായ് മനോഹർ. ഹേ ലോക്കി, ഐ ലവ് യു 3000. എടാ എനിക്ക് ഓൾറെഡി ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. ഫാൻ. ഇവന്റെ പേര് DC ഡോൺ. കുട്ടിക്കാലത്തെ അവന്റെ അമ്മ ചന്ദ്രനെ കാണിക്കുന്നതിന് പകരം DC കോമിക്സാ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാ ഭക്ഷണത്തോടൊപ്പം ഇവൻ DC കോമിക്സും ശീലമാക്കിയത്. ഇവൻ DCയുടെ ഫാൻ മാത്രമല്ല കേട്ടോ, ACയും വെന്റിലേറ്ററും ഒക്കെയാ. Hey Harika, why so serious? Can I put a smile on your face? വേണ്ട, മേക്കപ്പ് പോവും. Why so serious? മനസ്സിലായി കാണുമല്ലോ. ഇവളുടെ പേര് ഹാരിക. പെർഫെക്റ്റ് 2020 ഗേൾ. ഗുഡ് മോർണിംഗ് ഷാനോ. ഗുഡ് മോർണിംഗ് അരവിന്ദ്. ഇന്ന് നീ 20 മിനിറ്റ്സ് ലേറ്റ് ആണല്ലോ. എനിക്ക് വിശ്വസിക്കാനാവാത്തൊരു വലിയ കള്ളം പറഞ്ഞേ. ഞങ്ങളുടെ മാനേജർ അരവിന്ദ് സ്വാമി, ചിൽ മാനേജർ, എന്നോട് കള്ളം പറയാൻ പറഞ്ഞ എന്തിനാണെന്നാണോ? ഓഫീസിലുള്ള മിക്കവാറും എല്ലാവരും കള്ളം തന്നെയായിരിക്കും പറയുന്നത്. ആ പറഞ്ഞ കള്ളം അവിശ്വസനീയമാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും. സ്പേസിലേക്ക് പോകാൻ റോക്കറ്റ് ഓൺ ആവുന്നില്ലെന്ന് ഇലോൺ മസ്ക് വിളിച്ചു പറഞ്ഞിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നപ്പോൾ ലേറ്റായി. സോറി അരവിന്ദ്. അങ്ങനെയാണോ? അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേ? ആദ്യം ഇങ്ങനെ ചരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായി. സൂപ്പർ ഷാനു, നല്ല അടിപൊളി കള്ളം. Thank you. നിനക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഓർഡർ ചെയ്യുന്നുണ്ട്, വന്നോണം. നിന്റെ കള്ളവും അടിപൊളിയായിട്ടുണ്ട് അരവിന്ദ്. തമാശക്കാരൻ, നിനക്ക് ലഞ്ച് ഓർഡർ ചെയ്യുന്നുണ്ടേ. ആ. റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയി. ക്രേസി. ഓ വർക്ക് ടൈം. അതവിടെ വെക്കടാ. ഓ സോറി, എൻ്റെ ആണെന്ന് വിചാരിച്ചു. മനോഹർ, ആ കോഡ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഫ്രൈഡേ. ഫ്രൈഡേയോ? ഫ്രൈഡേ പറ്റില്ല. പറഞ്ഞല്ലേ വെനസ്ഡേക്ക് മുന്നേ റിവ്യൂ കൊടുക്കണമെന്ന്. ഫ്രൈഡേ എന്ന് നിന്നോട് പറഞ്ഞതല്ല, എന്റെ സോഫ്റ്റ്വെയറിനെ വിളിച്ചതാ. വെയിറ്റ്. ഓ ഫ്രൈഡേ, വാട്ട്സ് ദ അപ്ഡേറ്റ് ഓൺ കോഡിംഗ്? കഴിഞ്ഞു സാർ. ഈവനിങ്ങിന് മുന്നേ നിന്റെ കയ്യിലെത്തിയിരിക്കും. ഡോൺ, നിന്റെ അവസ്ഥ എന്താ? ആൽഫ്രഡ്, നമ്മുടെ സ്റ്റാറ്റസ് എന്താ? തുടങ്ങിയിട്ടില്ല സാർ. ആൽഫ്രഡ് കള്ളം പറയാളിയാ. ആൽഫ്രഡ് ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. നാളെ രാവിലെ നിന്റെ കോഫിയുടെ കൂടെ അതും ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നെയാ. നിന്നോടാ. ഹേയ്, നിന്നോടാ. 2 പേരോടും. ഓഫീസ് ടൈമിൽ നിങ്ങൾ കോമിക്സ് ഇന്ന് പുറത്തു വന്നില്ലെന്ന് വിചാരിച്ചോ? നിന്റെ ഇത് ഡാർക്ക് നൈറ്റ് ആക്കും. നിനക്ക് സിവിൽ വാറും ആയിരിക്കും. നമ്മൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? നാളെ എല്ലാം ക്ലിയർ ചെയ്യാം. കൂൾ അളിയാ. ഫ്രൈഡേ. ആ ഗൈസ്, നെക്സ്റ്റ് വീക്ക് ഊട്ടി ട്രിപ്പിന് എന്താ പ്ലാൻ? പോവാല്ലേ? ഞാൻ റെഡിയാ. എന്ത് റെഡി? ഊട്ടിയിൽ പുതിയ റൂള് വന്നിട്ടുണ്ട്. വിന്ററിൽ സിംഗിൾസ് നോട്ട് അലൗഡ്. കഷ്ടം. ആണോ? അപ്പൊ ഇവളെങ്ങനെ വരിക? അതിനുള്ളിൽ ഞാൻ ആരെങ്കിലും സെറ്റ് ചെയ്തോളാം. ആദ്യം നീ നിന്റെ കാര്യം നോക്ക്. പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കാൻ നോക്കടാ. നിന്നോട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. ഇവളുടെ പേരിൽ മാത്രമേ പെണ്ണുള്ളൂ. ടോം ബോയ് ആണ് അളിയാ. ഒന്ന് പോടാ. ഷനു, ഒരു ഐഡിയ പറയട്ടെ. നമുക്കും കേൾക്കാം. യൂസ് ഉണ്ടാകും. സെയിം ഫീൽ. നമ്മുടെ ഓഫീസിലേക്ക് ഫ്രഷേഴ്സ് വരാൻ പോവല്ലേ? അതിൽ പെൺകുട്ടികളുണ്ടാവുമല്ലോ. അതിലൊരാളെ സെലക്ട് ചെയ്ത് ലവ് ചെയ്യാൻ നോക്ക്. ലവ് എന്റെ പ്ലാനിലേ ഇല്ല. പ്രേമിക്കളിയാ. പ്രേമിക്കുമ്പോ പ്ലാൻസ് ഒക്കെ താനെ വന്നോളും. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ. ഇത് ഓഫീസ് അവേഴ്സാ. നിങ്ങളുടെ ജോലി നോക്കുന്നേ ബെറ്റർ. നീ മാറാനൊന്നും പോകുന്നില്ല. കാൽക്കുലേറ്റർ വന്നോളും. പ്ലാൻസ് മാറ്റാൻ ഒരുത്തി വന്നോളും. പ്ലാൻസ് മാറ്റുന്ന പെണ്ണ് പോലും. ഇതെന്താ സിനിമയാണോ? എന്തേ, കാശ് താഴെ വീണോ? ഏയ് അല്ല, ഫസ്റ്റ് ടൈം ഓഫീസിൽ വരല്ലേ, അതുകൊണ്ട് ഫ്ലോർ ബ്ലെസ്സിങ് എടുത്തതാ. അപ്പൊ റൂഫിനോ? എന്താ കളിയൊക്കെ? എത്ര പ്ലാൻസിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ ജോലി കിട്ടുന്നത്? ഫൈനലി സെലക്ട് ആയി. പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ PM ആയിട്ടുണ്ടാവല്ലോ. ഗോ വിത്ത് ദ ഫ്ലോ മോളെ. ഡോണ്ട് ഫിക്സ് എ ഡെസ്റ്റിനി.
ജസ്റ്റ് ഫിക്സ് യുവർ ഡെസ്റ്റിനി. ബൈ ദ വേ, ഐ എം വൈഷ്ണവി. ഡാ ഡോൺ, ഡാ ആ പെണ്ണിനെ നോക്കടാ, എന്ത് ഭംഗിയാന്ന്. അതേടാ, ആ പെണ്ണിനെ കാണാൻ വണ്ടർ വുമണിനെ പോലെ ഭംഗിയുണ്ട്. ക്യാപ്റ്റൻ മാർവലിനെ പോലെ ഉണ്ട്. അതാടാ, ആ കണ്ണു നോക്ക്, കറക്റ്റ് വണ്ടർ വുമണിനെ പോലെ തന്നെ. കോൺസെൻട്രേറ്റ്. ടീം ലീഡർ ആവണം, UK പോണം, ഒന്ന് നിർത്തട, അവളുടെ സ്മൈലും നോക്കി. smile. ആരോ വിളിച്ചതുപോലെ തോന്നി, അതാ എഴുന്നേറ്റ് നോക്കിയത്. ഓ, ശരി, അതിനിപ്പോ എന്താ, ഞാൻ നോക്കി. സ്മൈല് നല്ലതെന്ന് പറഞ്ഞോട്ടെ നോക്കിയത്. ആവറേജേ ഉള്ളൂ. ആഹാ. ആ, പോയി ഐ ലവ് യു പറയടാ. എന്താടാ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ പറയുന്നേ? ശരി, ആദ്യം നീ ഗുഡ് മോർണിംഗ് പറയേ, എന്നിട്ട് ഐ ലവ് യു പറയാൻ നോക്ക്. എടാ ഒന്ന് നിർത്ത്. ആ പെണ്ണും ആരാ എന്താന്ന് പോലും അറിയാതെ എങ്ങനെ പോയി പറയുന്ന? പ്രേമിച്ചാലേ അറിയാൻ പറ്റൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ എങ്ങനെയാ നോക്കുന്നതെന്ന്. ധോണിയുടെ വിക്കറ്റിന് വേണ്ടി പാകിസ്ഥാനി പ്ലേയേഴ്സ് നോക്കുന്നപോലെ ഇക്കാലത്തെ ഗേൾസ് ഈസി ആയിട്ട് വീഴും. പോടാ. എടാ, ഇവള് പറയല്ലേ, നീ പോളിയാ. ഹേയ്, നീ ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും പോളിയാ. പറയല്ലേ. ബേബി, ചെല്ല്. നീ ഇവൻ പോവും. ഉം, ആ? അല്ല, അവനോട് ഉം. പോവാൻ പറയായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ലവ് യു. ഹായ്. എന്താ പറഞ്ഞേ? ഐ ലവ് യു എന്ന് പറഞ്ഞതാ. നോക്കിക്കേ, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ആ, എന്റേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. എന്റെ അച്ഛൻ കുടിച്ചോണ്ട് വന്ന് എപ്പോഴും എന്റെ അമ്മയെ തല്ലും. എന്റെ മുത്തശ്ശനൊരു ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ എന്റെ അനിയനെ സ്കൂളിലും ചേർക്കണം. ദൈവമേ. ഇതൊക്കെ ഞാൻ തന്നെയാ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഈ ജോലി നേടിയെടുത്തത്. No, yes. ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രേമിച്ച ആ, എന്റെ ഫാമിലി മുഴുവൻ നടുറോഡിലായി പോവും. അത് നിങ്ങൾക്ക് ഓക്കെ No. ആണോ? no. ഞാൻ പ്രപ്പോസ് ചെയ്യില്ല. സെയിം ഡ്രീമാ. പാവോടാ ആ പെണ്ണ്. അവക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡാ, ആ പഴഞ്ച പടങ്ങൾ കയറുന്ന നിർത്ത്. നിനക്ക് പെണ്ണുങ്ങളെ കാണുന്നതേ പ്രശ്നമാണ്. ഓഫീസിൽ വന്ന ജോലി മാത്രം, ഇതല്ലേ? നിന്റെ ബുദ്ധി ഒന്ന് 2020 മോഡലാക്ക് പ്ലീസ്. എന്നെ കൊണ്ട് പറ്റില്ലടാ, എന്നെ വിട്ടേക്ക്. വൈഷ്ണവി വിളിക്കുന്നുണ്ട്. കമ്മിങ്. ഗൈസ്, ആ പെണ്ണിപ്പോ കോൺഫറൻസ് റൂമിലേക്ക് പോയിട്ടുണ്ട്. ഏത് ടീമിലാണെന്ന് ഇപ്പൊ അറിയാം. അവൻ ജസ്റ്റ് ടീം. ആ പെണ്ണ് എങ്ങനെയെങ്കിലും നമ്മുടെ ടീമിൽ തന്നെ വരണേ. ബ്ലാക്ക് വിഡോ മൂവി ഫസ്റ്റ് ഡേ തന്നെ കണ്ടേക്കാം. ആ പെണ്ണ് നമ്മുടെ ടീമിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ നേടിയ ജസ്റ്റിസ് ലീഗിന് അർത്ഥമേ ഇല്ല. ഇപ്പൊ എന്തോ ഉള്ള പോലെ. യെസ്, അവഞ്ചേഴ്സ് ഉണ്ടടാ. അവര് ഭൂമിയെ മാത്രമല്ല പ്രേമത്തെ സംരക്ഷിക്കും. യെസ്. സാർ ഇപ്പൊ എസ് എന്ന് പറഞ്ഞ് ടേബിളിൽ ഇടിച്ചായിരുന്നു. ഞാനെപ്പോ ഇടിച്ചു? ഓഹോ. ഹാ, മനോഹർ. മാർവെൽ. ഡോൺ. DC ഡോൺ. ഓക്കെ, ഹാരിക. ആ. സോ ഹായ്. ഹായ്. നിന്നെക്കാളും സീനിയേഴ്സ് അല്ലേ? സർ, മാഡം എന്ന് വിളിക്കാൻ അറിയില്ലേ? ആക്ച്വലി സോഫ്റ്റ്വെയറിലെല്ലാരും പേരെന്നെ വിളിക്കുന്നെന്ന് ഞാൻ കേട്ടിട്ടുള്ളേ. ഓ, ഷാനു എന്ന് പറയുന്നു. പേര് പറഞ്ഞു വിളിക്കാം, പക്ഷെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. നോട്ട് ഷനു, മിസ്റ്റർ ഷനു. ഓക്കെ മിസ്റ്റർ ഷാനു. സോ ഇൻട്രാക്ഷൻ കഴിഞ്ഞാലോ? കഴിഞ്ഞു. സോ നിങ്ങൾക്ക് സിസ്റ്റം അലോട്ട്മെന്റ്, ID കാർഡ്, ഓഫീസ് ആക്സസ് എല്ലാം അഡ്മിൻ അടുത്ത് പോയാൽ കിട്ടും. അതിനുശേഷം എന്നെ വന്ന് കണ്ടാൽ മതി. ഓക്കെ? അഡ്മിൻ എവിടെയാ? അതാ അതെ, അവിടെ. അതെ. അവിടെ ഫ്രീ ആയിരിക്കും, പോയി നോക്കിക്കോ. ഓക്കെ. ദേ അവിടെ. ഡാ, ലവം വീണതാ. ഛേ, എനിക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? സാർ, അമേരിക്കൻ ചീസ് ബർഗർ ഓർഡർ ചെയ്യായിരുന്നു. നെക്സ്റ്റ് ടൈം ചെയ്യാടാ. ഷാനു, പുതിയൊരു പ്രൊജക്ട് ഓക്കെ ആയിട്ടുണ്ട്.
2-3 ഡേയ്സിൽ ക്ലയൻസ് വരും, റെഡി ആയിരുന്നോ? ഓക്കെ സാർ. ചിക്കൻ നന്നായിട്ട് കഴിക്ക്. അക്ക വുമണിനെ പോലെ സ്ട്രോങ് ആവണ്ടേ. എന്തിനാ അങ്ങനെ നാണിക്കുന്നേ? സിസ്റ്റർ നിനക്ക് നാളെ അലോട്ട് ചെയ്യും. നമ്മളൊരു ടീമായതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിന്റെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ചെയ്താൽ ഞാനായിരിക്കും ഉത്തരം പറയേണ്ടി വരിക. എൻ്റെ ടീമായതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കേണ്ട നേരെ ഇരിക്കും. ഓക്കെ. നിന്നെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ. 15 days ട്രെയിനിങ് ഉണ്ടാവും. കേറ്റി വളരെ ഇമ്പോർട്ടൻ്റാ. നല്ലപോലെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് പറയാൻ എടാ ഒന്ന് നിർത്ത്. പറയൂ മിസ്റ്റർ ഷാനു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഷുവർ മിസ്റ്റർ ഷാനു. ഷനു, നീ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. മിയ, ഞങ്ങൾക്കും കുറച്ച് കേറ്റി കൊടുക്കണം. I'll go then. ഓക്കെ. മാർവ DC പറ്റി പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യരുത്. അല്ല, നിന്റെ കേറ്റി കഴിഞ്ഞല്ലേ? നീ പൊക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ഫ്രൈഡേ ഡോർ ഓപ്പൺ ചെയ്. ഷനുവിന് വെളിയിൽ പോണം. ചെല്ലേ. ഓവർ ആക്കാതെടാ. ഞങ്ങളുടെ വിക്കിപീഡിയ നിനക്ക് തന്ന കേറ്റി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന കേറ്റിയാണ് മെയിൻ. ഓ, അപ്പൊ ഷാനു ചെയ്ത കേട്ടി കീറിക്കളയട്ടെ? വേണ്ട, അവൻ ഞങ്ങളെ കീറും. നിനക്ക് മാർവൽ ഇഷ്ടാണോ? നോ. യെസ്. നിനക്ക് DC ആയിരിക്കും ഇഷ്ടമല്ലേ? നോ. Why so serious? എനിക്ക് രണ്ടും ഇഷ്ടമല്ല. ശരി, അപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആരാ? മിസ്റ്റർ ബീൻ. മിസ്റ്റർ ബീന. വൈ? അഗൈൻ വൈ? എന്താന്ന് വെച്ചാ നന്നായിട്ട് ചിരിപ്പിക്കും. നമ്മള് റിലാക്സ് ആവും. എന്നെ ചിരിപ്പിക്കുന്ന ആള് എന്റെ സൂപ്പർ ഹീറോ. ബൈ. ഇപ്പൊ കേറ്റി നമ്മൾ കൊടുത്തോ അതോ നമ്മൾ വാങ്ങണോ? എനിക്ക് മേക്കപ്പ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നാ ഞാൻ എന്റെ കളക്ഷൻസ് കാണിച്ചു തരാം. ഓക്കെ. ഞാൻ എടുത്തോണ്ട് വരില്ലായിരുന്നു. നീ എന്തിനാ പോയേ? വൈഷ്ണവി, ഉം? നിന്റെ മെയിലിൽ ഡോക്യുമെന്റ് അയച്ചിട്ടുണ്ട്. അതാ നിന്റെ അസൈൻമെന്റ്. പഠിച്ചിട്ട് വേണം വരാൻ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി. നമ്മുടെ ടീമിൽ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ. ഓക്കെ. ഓക്കെ? ഓക്കെ. ഓക്കെ. എന്റെ നമ്പർ പറയാവോ? യാ, ഷ്യൂർ. 97. സോറി, എന്നോട് ചോദിച്ചു എന്ന് വിചാരിച്ചേ. നിന്റെ നമ്പറും ചോദിക്കും. അവളുടെ കയ്യിലെ ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഓ, ഇറ്റ്സ് ഓക്കെ, സാരമില്ല. നിന്റെ നമ്പർ ഇതാ. ഫീൽ ആയല്ലേ? ഞാൻ സേവ് ചെയ്യാം. ഫീൽ ഒന്നും ആയില്ല. It's okay. നിനക്ക് ഫീൽ ആയി അയ്യോ, തോന്നുന്നു. എനിക്ക് feel ആയില്ല. ഞാൻ ഒരു ഈ നമ്പർ കുഴപ്പമില്ല. ഫീൽ It's ആയി okay. തോന്നുന്നു. എനിക്ക് ഫീൽ ആയില്ലെന്നും. എനിക്ക് ഫീൽ ആയില്ല അല്ലേ? ഓക്കെ. ഓക്കെ. ഓഫീസിലുണ്ടാവുമല്ലോ, ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. ഉം. അയ്യോ, എന്റെ ഒരു അവസ്ഥ. ശ്ശ്. നിന്റെ നമ്പർ ഒന്ന് പറയോ? എന്താ? നമ്പർ കൊടുക്കാൻ. ആ? സെവൻ 82. എന്താ ഇത്, ആരും പോയില്ല ഇതുവരെ? 5 minutes ഇറങ്ങും അരവിന്ദ്. മനോഹർ, രാത്രിയിൽ എന്താ പരിപാടി? അത് IAS പ്രിപ്പയർ ചെയ്യാം അരവിന്ദ്. നൈറ്റ് IAS ക്ലാസ് ഓ? ഉണ്ട്. അത് Wow. മാത്രമല്ല നൈറ്റ് മൊത്തം ഇരുന്ന് പഠിക്കണം. ഹാർഡ് വർക്കർ. ഓക്കെ ഡോൺ, അപ്പൊ നിന്റെ പ്ലാൻ എന്താ? സോറി അരവിന്ദ്, മനോഹറിന്റെ IAS ക്ലാസ് ഞാൻ തന്നെ എടുക്കുന്നത്. നൈറ്റ് ഫുള്ള് പഠിക്കാനുള്ളതാ. സോ ഐ കാൺ മേക്ക് ഇറ്റ്. അടിപൊളി. അപ്പൊ രാത്രി വീട്ടിലോട്ട് വെള്ളം അടിക്കാം. ഓക്കെ അരവിന്ദ്. വെള്ളമടിയോ? സോഫ്റ്റ്വെയറിൽ ഇരുന്നിട്ട് IAS പ്രിപ്പയർ ചെയ്യുന്നത് ക്രേസി. ഇതെന്താ ക്യാബ് ഒന്നും ബുക്ക് ആവാത്തെ? മനോഹർ, ക്യാബ് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഇപ്പൊ നിന്നെ ഡ്രോപ്പ് ചെയ്താ എന്റെ ഗേൾഫ്രണ്ട് ആരെങ്കിലും ഒരു തന്നെ പിക്കപ്പ് ചെയ്യും. സോ
ഡോൺ നീ ഡ്രോപ്പ് ചെയ്യോ? അത് അപ്പൊ എന്നെ ആരാ ഡ്രോപ്പ് ചെയ്യുന്നേ? ഓക്കെ. ഷനുവിനോട് ചോദിക്കാം. ഷനുവിനോട് ചോദിക്ക്. ഷനുവിനോട് ചോദിക്കേ. ഷനുവിനോട് ചോദിക്ക്. മിസ്റ്റർ ഷനു. Yeah. ക്യാബില് 200 എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. അതായത് 20 ലേസ് പാക്കറ്റ്സ്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ആക്ച്വലി ഓൺ ദ വേയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്രോപ്പ് ചെയ്യടാ. മണ്ടന്റെ കാര്യം. ഞാനും നിങ്ങളുടെ ടീം തന്നെയല്ലേ? ടീമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാ നിങ്ങൾ നോക്കാന്ന് പറഞ്ഞല്ലേ? ശരി പോ. പ്ലാൻസ് മാറുന്ന പോലെ ഉണ്ടല്ലോ. അവന്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ ചോദിച്ചു. എങ്ങനെയാ? ഇറങ്ങിയാലോ? യാ ഷുവർ. വൈഷ്ണവിന്റെ നമ്പർ ചോദിച്ചില്ലേ, നോട്ട് ചെയ്തോ? കുഴപ്പമില്ല, 975. നമ്മൾ ഓഫീസ് തന്നെയല്ലേ ഉണ്ടാവുക. ഓക്കെ ഐ ആം സോറി. ജസ്റ്റ് കിഡിങ്. നമ്പർ പറ. വേണ്ട കുഴപ്പമില്ല. ഏയ് നമ്പർ പറയുന്നു. ഓ ആ? പറയേ മിസ്റ്റർ ഷാനു. ഉം.